നമസ്കാരം. ഇന്ന് നമ്മൾ അൽഖുദ്രയിലേക്കാണ് പോകുന്നത്. അൽഖുദ്ര എന്ന് പറയുന്നത് ഇവിടെ ദുബായിലുള്ള ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. പക്ഷെ നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് പോകുന്ന ആ ലേക്കിലേക്കല്ല പോകുന്നത്. നമ്മൾ ഇന്ന് ഫിനിയൻ ലേക്കിലേക്കും പിന്നെ അതിൻ്റെ അടുത്തുള്ള ഒരു എപ്പോഴും ഉള്ള ഒരു പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു കാട് പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ അങ്ങോട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ദുബായ് സിലിക്കൺ ഒയാസിസ് ആണ് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് പറയണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ അന്ന് വിട്ടുപോയി. നമ്മളിപ്പം നിൽക്കുന്നത് ഈ കാണുന്നത് ദുബായ് വർസാനിലുള്ള ദുബായ് മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലുള്ള ഒരു നഴ്സറിയാണ്. ഇത് വളരെ വലിയൊരു നഴ്സറിയാണ്. ഇത് 90 ഏക്കർ സ്ഥലമുണ്ട്. ഇവിടെ ദുബായിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നതിന്റെ മെയിൻ കാരണം ഈ ഒരു നഴ്സറിയാണ്. ഓരോ മാസവും 5000 തൊട്ട് 6000 മരങ്ങളാണ് അവർ ദുബായിൽ നടുന്നത്. അപ്പം ഇതിപ്പോൾ അടുത്ത 2 വർഷത്തിനുള്ളിൽ 1.5 ലക്ഷം മരങ്ങൾ അവരിവിടെ നടുന്നാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുഭൂമിയിലേക്കാണ് കയറുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടയറിന്റെ കാറ്റ് കുറയ്ക്കണം. അത് ചെയ്യുന്നുണ്ട്. പിന്നെ സാധാരണ പോലെ തന്നെ 4x4 എൻഗേജ് ചെയ്തിട്ട് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നു. ഇതൊരു സാധാരണ മരുഭൂമിയായിരുന്നു. കാര്യമായിട്ടുള്ള ചെടികളോ അല്ലെങ്കിൽ വെള്ളമോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലം. ഇതെല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ് ഇപ്പോൾ കാണുന്നത്. ഓൾമോസ്റ്റ് 10 കിലോമീറ്റർ ദൂരത്തിൽ ഇവരിപ്പം ഇവിടെ തടാകങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ 100 ഏക്കറിൻ്റെ മുകളിൽ ഇവിടെ ഇപ്പം കുറ്റിച്ചെടികളും അതുപോലെ തന്നെ ചെറിയ കാടുകളും അങ്ങനത്തെ സംഗതികളൊക്കെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ കുറേയൊക്കെ സ്ഥലങ്ങളിൽ നമുക്ക് സാധാരണ ടൂറിസ്റ്റുകൾ പോകുന്ന പോലെ അല്ലെങ്കിൽ സാധാരണ ഈവനിങ് നമുക്കൊരു വൈകുന്നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പോകുന്ന പോലെ നമുക്ക് പോവാം. സാധാ വണ്ടികൾ മതി. അവിടെ പാർക്കിംഗ് സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ചില സ്ഥലങ്ങളിലേക്ക്, അതായത് ചില ലേക്കുകളിലേക്കും അതുപോലെ തന്നെ ചില ഉള്ളിലോട്ടുള്ള കുറച്ച് ഫോറസ്റ്റുകളിലേക്കൊക്കെ 4x4ഉം അതുപോലെ തന്നെ കുറച്ച് ഓഫ് റോഡിങ് സ്കിൽസും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കയറി പോകാൻ പറ്റൂ. ആക്ച്വലി നമ്മളിപ്പോൾ അതുപോലത്തെ ഒരു സ്ഥലത്തേക്ക് പോകാനാണ് ഇപ്പം വന്നത്. നടക്കുമെന്ന് അറിയില്ല, ചൂടുണ്ട് നന്നായിട്ട്. പിന്നെ ഇപ്പം ഈ സ്ഥലത്തിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ ഓൾറെഡി ഒരു 10-20ഓളം വിവിധ ജീവികൾ ജീവിക്കുന്നുണ്ട്. അതായത് കുറുക്കം മുതൽ 2-3 ടൈപ്പ് മാനുണ്ട്. ഒറിക്സ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതുപോലെ തന്നെ അറേബ്യൻ ഗസലുണ്ട്. അങ്ങനെ കുറേ ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ ഫ്ലമിംഗോ പോലത്തെ കുറേ ദേശാടന പക്ഷികളും അങ്ങനെ എല്ലാ സംഗതികളും ഇവിടെ ജീവിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫിനിയനിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ അധികം ആളും ബഹളമൊന്നും ഇല്ലാത്തൊരു നല്ലൊരു സ്ഥലമാണിത്. ഞാൻ മനസ്സിലാക്കുന്ന വെച്ചിട്ട് ഇവിടെ ബാർബിക്യൂ അലൗഡ് ആണ്. പക്ഷെ നമുക്കൊരിക്കലും നിലത്തിട്ടിട്ട് തീ കത്തിക്കാനൊന്നും പറ്റില്ല. നമ്മുടെ കയ്യിൽ ട്രേ ഉണ്ടാവണം. അതിനകത്തെ കനൽ കത്തിക്കാൻ പാടുള്ളൂ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ട്രെയിലുള്ള കനലൊന്നും അല്ലെങ്കിൽ ചാരമൊന്നും നിലത്തിടാൻ പാടില്ല. അതൊക്കെ നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ കൊണ്ടുപോകണം. പിന്നെ നിയമങ്ങളൊക്കെ ഏത് സമയത്തും എപ്പം വേണമെങ്കിലും മാറാം. അതുകൊണ്ട് നോക്കി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ചെയ്യുന്നതാണ് ഉചിതം. നമുക്ക് ഇവിടുന്ന് മതിയാക്കി ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇനിയിപ്പോൾ ഒരു കിലോമീറ്റർ നമുക്ക് ശരിക്കും ഓഫ് റോഡിങ് ചെയ്യണം. അത് നല്ല രീതിയിൽ തന്നെ ഓഫ് റോഡിങ് ചെയ്യണം. അതായത് ചെറിയ ട്രാക്കല്ല, അത് നന്നായിട്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടി തന്നെ പോകേണ്ട ഒരു സ്ഥലമാണ്. ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എടുക്കും അവിടെ എത്താൻ. അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല മാനിനെയും അതുപോലെ തന്നെ ചിലപ്പോൾ കുറുക്കനൊക്കെ കാണാനുള്ള സാധ്യതയുണ്ട്. അത് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. മിക്കവാറും കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഓഫ് റോഡിങ് ചെയ്തിട്ടേ പോകാൻ പറ്റും.
ഇത് ഇത്രയും ചെറിയ ഒരു കാടാണ്, പക്ഷേ ഇത് ശരിക്കും വളരെ ഡെൻസാണ്. ഇഷ്ടംപോലെ മരങ്ങളുണ്ട്, ഇഷ്ടംപോലെ പക്ഷികളുണ്ട്. ആ പക്ഷികളൊക്കെ തന്നെ കൂടുകൂട്ടി മുട്ടയിട്ട് ഇതിനകത്ത് തന്നെ ജീവിക്കുന്നതാണ്. ചില സമയത്ത് ഇവിടെ മാനിനെയും കാണാറുണ്ട്. ഏതൊക്കെയോ ജീവികളുടെ ഫുട് പ്രിന്റ്സ് കാണുന്നുണ്ട്, പക്ഷെ അത്ര ക്ലിയർ അല്ല മൊത്തത്തിൽ. കാരണം മരുഭൂമിയിൽ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് മണൽ വന്നിങ്ങനെ വീഴുന്നതാണ്. കണ്ടിട്ട് മാനിൻ്റെ ആണെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ ഏതെങ്കിലും വലിയ പക്ഷീൻ്റെ ആവാനും മതി. പക്ഷെ ഞാനിവിടെ അങ്ങനെ നടക്കുന്ന പക്ഷികളൊന്നും ഇതുവരെ കണ്ടിട്ടില്ല, അതുകൊണ്ട് മിക്കവാറും മാൻ തന്നെ ആയിരിക്കും തോന്നുന്നു. അറിയില്ല, പാവം ചത്തുപോയി. വയസ്സായതാണോ അല്ലേ? ആയിരിക്കാം, കാരണം കഴുത്തിലൊന്നൊരു പ്രശ്നമൊന്നുമില്ല. ഇതെങ്ങനെ ചത്തതാന്ന് മനസ്സിലാവുന്നില്ല. ഇത് ഇവിടെ മരുഭൂമിയിൽ കാണുന്ന ഒരു ടൈപ്പ് മാനാണ്. ഇത് ചത്തിട്ട് ഏതാണ്ട് ഒരാഴ്ചൻ്റെ മുകളിലായിട്ടുണ്ടാവും. ഇത് നന്നായിട്ട് ചീഞ്ഞിട്ടുണ്ട്, നല്ല സ്മെല്ല് വരുന്നുണ്ട്. മാസ്ക് നന്നായിട്ട് വെച്ച് 2 മാസ്ക് വെക്കാണ്ട് ഇവിടെ നിൽക്കാനും പറ്റുന്നില്ല. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.